സിറ്റിംഗ് എംഎൽഎയും മുൻ എംഎൽഎയും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി. 5 വർഷം മുൻപ് നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിക്കാൻ UDF ഇറങ്ങുമ്പോൾ മണ്ഡലം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF. ശക്തമായ ഇടതു വലത് പോരാട്ടം നടക്കുന്ന കുറ്റ്യാടി മണ്ഡലത്തിൽ വികസന തുടർച്ചയ്ക്കായാണ് സിറ്റിംഗ് MLA KP കുഞ്ഞഹമ്മദ് കുട്ടി മത്സരത്തിനിറങ്ങുന്നത്. എതിർവശത്ത് കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് UDF പാറക്കൽ അബ്ദുള്ളയ്ക്ക് നൽകിയ ചുമതല. രാംദാസ് മണലേരിയാണ് NDA സ്ഥാനാർത്ഥിയായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ഇത്തവണ മണ്ഡലത്തിലിറങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെ ആയഞ്ചേരി, കുന്നുമ്മൽ, കുറ്റ്യാടി, പുറമേരി, തിരുവള്ളൂർ, വേളം, മണിയൂർ, വില്യാപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കുറ്റ്യാടി. 2008 പുനർനിർണയത്തോടെയാണ് മണ്ഡലം നിലവിൽ വന്നത്. പിന്നീട് 2 തവണ LDFും 1 തവണ UDFും ജയിച്ചു കയറി. ഇത്തവണ നിലവിലെ MLA KP കുഞ്ഞഹമ്മദ് കുട്ടിയും മുൻ MLA പാറക്കൽ അബ്ദുള്ളയും തമ്മിലാണ് മത്സരം. സംസ്ഥാനത്തെയും മണ്ഡലത്തിലെയും വികസന തുടർച്ചയ്ക്കാണ് ഇടതുപക്ഷം വോട്ടു തേടുന്നത്. കുറ്റ്യാടി മണ്ഡലത്തിൽ 5 വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് ആരെന്ത് പറഞ്ഞാലും ജനങ്ങൾ തൊട്ടറിയുന്നതാണ്, അവർ അനുഭവിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അനുകൂലമായ പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഭരണ തുടർച്ചയുടെ ഫലമായിട്ടാണ് കേരളത്തിൽ വികസന തുടർച്ച ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ വികസന തുടർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 3ാം തവണയും തുടരും. അതുതന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 വർഷം മുൻപ് നടപ്പാക്കിയ പദ്ധതികളുടെ തുടർച്ച ഉയർത്തി കാണിച്ചാണ് UDFന്റെ പ്രചാരണം. ഒപ്പം പ്രാദേശിക പ്രശ്നങ്ങളും ചർച്ചയാക്കുന്നുണ്ട്. 730 കോടി രൂപയുടെ വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ട് നിരവധി പദ്ധതികൾ സ്കൂളുകളിലും കോളേജിനും റോഡായിട്ടും ടൂറിസം മേഖലയായിട്ടും അങ്ങനെ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കമിട്ട് ഞാൻ എഴുതി ഓരോ പദ്ധതിയും എത്ര കോടി ചെലവഴിച്ചു എന്നുള്ളത് കഴിഞ്ഞ ടേമിൽ മത്സരിച്ചപ്പോൾ 2023 ഇന്നിപ്പോൾ അതിന്റെ തുടർച്ച പോലും നടത്താൻ സാധിച്ചില്ല. രാംദാസ് മണലേരിയാണ് NDA സ്ഥാനാർത്ഥി. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന മുന്നണി കേന്ദ്ര പദ്ധതികൾ ഉയർത്തി കാണിച്ചാണ് വോട്ട് തേടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കാണാത്തൊരു പ്രതികരണം എല്ലാ വോട്ടർമാരിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അത് ഈ കുറ്റ്യാടി മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് എനിക്ക് എൻ്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ഭവന സന്ദർശനം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ജയിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അത്രയും ഒരു NDAക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം ഈ കേരളത്തിലുമുണ്ട്, കുറ്റ്യാടിയിലുമുണ്ട്. ചരിത്രം LDFന് അനുകൂലമാണെങ്കിലും 2016 മണ്ഡലത്തിൽ UDFന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ മാറ്റം തള്ളിക്കളയാനാകില്ല. ഏറെക്കാലവും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലത്തിൽ മാറ്റമുണ്ടാകും എന്ന് 2 തവണ UDFന് തെളിയിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ തീപാറും പോരാട്ടമാണ് കുറ്റ്യാടിയിൽ നടക്കുന്നത്. ക്യാമറാമാൻ MN നിതീഷിനൊപ്പം PK സരീഷ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.